തുടക്കത്തിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കുടുംബത്തിൻ്റെ ഏക അത്താണിയെയാണ് കുട്ടമ്പുഴ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. എൽദോസിൻ്റെ മരണത്തോടെ പ്രായമായ മാതാപിതാക്കളുടെ ജീവിതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിൻ്റെ വീട്ടിന് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇതാണ് എൽദോസിൻ്റെ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് എൽദോസിൻ്റെ വീട്. കഴിഞ്ഞ 20 വർഷമായി അവർ ഇവിടെയാണ് താമസം. എൽദോസിൻ്റെ പിതാവ് വർഗീസ് ഏട്ടനും അതുപോലെ തന്നെ അമ്മയും സഹോദരിയും എല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്. സാധാരണഗതിയിൽ എൽദോസ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അച്ഛനും അമ്മയും കാണുന്ന തോന്നുന്ന സമയത്ത് ഇങ്ങ് വരുന്നു. കാരണം കഴിഞ്ഞ 1 മാസത്തോളമായി എൽദോസ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലാണ് എൽദോസ് ജോലി ചെയ്യുന്നത്. പ്രധാനമായും എൽദോസ് സെക്യൂരിറ്റി ജോലിയും മറ്റും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഏജൻസി പറയുന്ന സ്ഥലങ്ങളിൽ മറ്റും ജോലി ചെയ്ത് പോവുക എന്നുള്ളതാണ് രീതി. എന്തായാലും എൽദോസിൻ്റെ സഹോദരിയും എൽദോസിൻ്റെ അളിയനും അമ്മയും അച്ഛനും എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് അച്ഛൻ്റെ ഒരു ചെറിയൊരു പ്രതികരണത്തിലേക്ക് പോകാം. ചേട്ടാ, ഇന്നലെ എപ്പോഴാണ് അറിഞ്ഞ്? ഇന്നലെ 12:30 അറിഞ്ഞല്ലേ? ഈ ആരും ആ സമയത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല? അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിരം ഇങ്ങനെ എൽദോസ് ഇങ്ങനെ ഈ സമയത്താണോ വരാറ്? നമ്മൾ ഈ 7:30 ബസ്സിന് വരുള്ളൂ. അങ്ങനെ അങ്ങ് നേരത്തെ അറിയിക്കൊന്നുമില്ല? അങ്ങ് ആള് വരികയാണ്, അച്ഛനമ്മയും കാണണം തോന്നുമ്പോൾ അങ്ങ് വരികയാണല്ലേ? വരും. ഈ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൽദോസ് ജോലിക്ക് പോയി ഈ അടുത്താണെന്ന് തോന്നല്ലേ ഇങ്ങനെ പണിയൊക്കെ തുടങ്ങിയത്? അടുത്ത് ഉണ്ടാക്കിയത് അതൊക്കെ. എത്ര കൊല്ലം ഇവിടെ താമസം തുടങ്ങിയിട്ട്? 10-25 കൊല്ലമായി. ഈ ഇവിടെ ആനശല്യം സ്ഥിരം ഉണ്ടാകാറുണ്ടോ? ഈ ആനശല്യം ഞങ്ങൾ വന്നേ പിന്നെ കുറച്ചാളില്ലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഇഷ്ടംപോലെ ശല്യമായിരുന്നു. ഇതിലേക്ക് വരും ആന. ഇവിടെ വന്ന് ഈ വാഴയൊക്കെ ഓടിച്ചുകൊണ്ട് വരും. ഇത് നമുക്ക് എന്തായാലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുത്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എൽദോസിൻ്റെ അമ്മയാണ് ഇവിടെയുള്ളത്. ഇനി ഇവർ 2 പേർ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയമായിരുന്നു എൽദോസ് എന്ന് പറയുന്നത്. പെങ്ങള് എൽദോസിൻ്റെ സഹോദരി ഇവിടെയുണ്ട്. സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഇവിടെയുണ്ട്. നമുക്ക് സഹോദരിയുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടെ പോകാം. ചേച്ചി എവിടെയാണ്? തൊടുപുഴയിലാണോ? തൊടുപുഴ മലയഞ്ചിയാണ്. ഇന്നലെ ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഇത് ഞങ്ങൾ ഇന്നലെ ലൈവ് കണ്ടാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, എൻ്റെ ആങ്ങളെയാണോന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇന്ന ആളെന്ന് അറിഞ്ഞത്. എന്നോട് പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എൽദോസാന്നുള്ളത്. അങ്ങനെ അറിഞ്ഞത്. നിങ്ങൾ എത്ര മണിയായപ്പോൾ ഇവിടെ എത്തിയ? 11 മണിയൊക്കെ എത്തി. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. എനിക്കൊന്ന് എൽദോസിൻ്റെ ഒരു വരുമാനം മാത്രമാണല്ലോ ഈ ഒരു കുടുംബത്തിൽ? മാത്രമേ ഉള്ളൂ. അവരെ അപ്പച്ചനമ്മച്ചനും നോക്കുന്ന അവൻ്റെ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേർക്കും വയ്യാത്ത ആളുകളാണല്ലോ. എനിക്കൊരു പരിധി ഉണ്ടല്ലോ, ഞാൻ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നതുകൊണ്ട്. എന്തായാലും ഈ ഇന്നലെ ഒരു കളക്ടർ അടക്കം വന്ന് കാര്യങ്ങൾ സംസാരിച്ചല്ലോ. എന്തൊക്കെ ഒരു ഉറപ്പാണ് അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ? എനിക്ക് അതേപ്പറ്റി അലീനാണ് എൽദോസ്. അതെ ചെറിയൊരു പറഞ്ഞായിരുന്നു, ഇങ്ങനെ 10 ലക്ഷം രൂപയുടെ ഇങ്ങനെ ഒരു ധനസഹായം പറഞ്ഞെന്ന് അറിഞ്ഞായിരുന്നു. പിന്നീടുള്ള സഹായങ്ങൾ ഞാൻ എൻ്റെ പറഞ്ഞു. ഇപ്പം എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇത്. അപ്പം അപ്പച്ചനും അമ്മച്ചീനെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ വീട്ടിലും എനിക്ക് പപ്പായ്ക്കും മമ്മിക്കും രോഗികളാണ്. അവരെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കാനാകെ ഇതൊരാളല്ലേ ഉള്ളൂ എനിക്ക്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ അപ്പച്ചനെ ഇട്ടച്ച് പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ അപ്പച്ചനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളൊരു ഇതുണ്ട് ഇവരെ. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ധനസഹായ രീതിയിൽ നമുക്ക് കിട്ടുമ്പോൾ അത് ഒന്ന് ശരിയാക്കാനങ്ങ് നോക്കുന്നത്. ഇട്ടിട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാനുള്ള സാഹചര്യത്തിലല്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സഹോദരിയും അതുപോലെ തന്നെ അളിയനും
എൽദോസിൻ്റെ അളിയനും ആണ് ഉള്ളത്. പിന്നെ മാതാപിതാക്കളും ഉണ്ട്. എന്തായാലും ആ കുടുംബം ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ അവരുടെ പ്രതികരണത്തിലേക്ക് പോയത്. അവർ ആ ഒരു കാര്യങ്ങൾ എന്തായാലും വിശദീകരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വലിയ ദാരുണമായൊരു സംഭവം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇന്നലെ 8:15 വീട്ടിലേക്ക് വരുന്ന വഴിയിൽ എൽദോസിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. എൽദോസിൻ്റെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. സുഹൃത്ത് ഓടി രക്ഷപ്പെടും, എൽദോസും സുഹൃത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എൽദോസിന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ സർക്കാർ ചില ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബത്തിൻ്റെ കയ്യിലേക്ക് ആ ചെക്ക് ഇന്ന് കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇന്ന് തന്നെ അത് കൈമാറുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രെഞ്ചിൻ്റെ നിർമ്മാണവും വൈദ്യുതി വേലിയുടെ നിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങളുടൻ തന്നെ ആരംഭിക്കാനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എൽദോസിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ശേഷം കളക്ടറുടെ ഉറപ്പിൽ അയഞ്ഞ് നാട്ടുകാർ. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ അടിയന്തര സഹായം കൈമാറി. പ്രതിഷേധക്കാർ ഉന്നയിച്ച 6 ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതോടെയാണ് രാത്രി വൈകിയുള്ള പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുട്ടമ്പുഴയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ച് ജനങ്ങൾ പ്രതിഷേധം തുടരുകയും ചെയ്യും. കൊടുക്കേണ്ടിയ ഈ അടിയന്തര ധനസഹായമായ പൈസ അതിന് ചെക്ക് എൻ്റെ കയ്യിലുണ്ടാകും. അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. രണ്ടാമത്തെ, ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്, ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്. കോൺട്രാക്ടർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഇന്ന് 16, ഇപ്പോൾ നാളായി ഇന്ന് വർക്ക് തുടങ്ങും. 5 ദിവസത്തിനുണ്ട്. അത് നമ്മൾ എഴുതി വെക്കാം. 5 ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് തീരും. പിന്നെ RRT, ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിൻ്റെ വണ്ടി കാര്യത്തിൽ MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടമ്പുഴയിൽ നിന്നും ആസിഫ് മുഹമ്മദ് തത്സമയം ചേരുകയാണ്. ആസിഫ്, ഒരാൾ കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്ക് വേഗത വയ്ക്കുന്നു എന്ന് തോന്നുന്നു. ഇനിയെങ്കിലും വേഗത വച്ചാൽ മതിയായിരുന്നു. 6 ആവശ്യങ്ങൾ നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ആ 6 ആവശ്യങ്ങളും അംഗീകരിക്കാമെന്നിപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പ്രധാനമായും എന്തൊക്കെ ആവശ്യങ്ങളാണ് നാട്ടുകാർ അധികാരികൾക്ക് മുന്നിൽ വച്ചത്? ലക്ഷ്മി, തീർച്ചയായും ഇന്നലെ വലിയ ഒരു പ്രതിഷേധം നടന്നതിന് പിന്നാലെയാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ എത്തിയത്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൽദോസ് ഇന്നലെ കൊല്ലപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് എൽദോസിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ഒരു പ്രദേശം ഇപ്പോൾ ഒരു കയറ് കെട്ടി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മഞ്ഞ കോട്ട് കിടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കാട്ടാന ക്രൂരമായി എൽദോസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്താണ് എൽദോസ് ബസ് ഇറങ്ങുന്നത്. 7:30 എത്തുന്ന ഒരു KSRTC ബസ്, ഏറ്റവും അവസാനത്തെ KSRTC ബസ്സാണ്. അത് ഇന്നലെ ഒരു 8 മണിയോടുകൂടി ആ ബസ് എത്തുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൽദോസും സുഹൃത്തും ഈ വഴിയിലൂടെ, ഈ സിമന്റ് ഇട്ടിരിക്കുന്ന വഴിയിലൂടെ നടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സമയത്താണ് ഇവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യം കാണാം. ഈ ഒരു പ്രദേശം ഇപ്പോൾ കയറി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് കാട്ടാന ക്രൂരമായി എൽദോസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം ഇവിടെ ഈ ഒരു സൈഡിൽ വൈദ്യുതി വേലി നിർമ്മിച്ചിട്ടുണ്ട് നേരത്തെ. പക്ഷേ ആ വൈദ്യുതി വേലി പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വഴി കാട്ടാനയ്ക്ക് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി വേലി കാണാം. അത് ഇന്നലെ കാട്ടാന പൊട്ടിച്ചതല്ല, അത് നേരത്തെ അത് പൊട്ടിക്കിടക്കുന്നതാണ്. അതിൽ വൈദ്യുതി നൽകുന്ന സംവിധാനം അത് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അത് കൃത്യമായി പരിരക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടില്ല
എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതുപോലെയാണ് ഈ ഒരു ജനവാസ മേഖലയിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമുക്കൊരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിൽ ഇപ്പോൾ ഒരു ലൈറ്റ് കാണാം. പക്ഷെ ആ ലൈറ്റ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് നാട്ടുകാർ ഇന്നലെ രാത്രിയോടുകൂടി ഇട്ട ഒരു ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് ഇന്നലെ നമ്മൾ ഇട്ടതല്ല, ഇന്നലെ പ്രതിഷേധത്തിന് ശേഷം ഇട്ട ലൈറ്റാണ്. അപ്പൊ ആ ഒരു ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഇവിടെ വൈദ്യുതി വേലി കാണുന്നുണ്ടല്ലോ. ഈ വൈദ്യുതി വേലി നാശമായി കിടക്കാൻ എത്ര കാലമായി? 5-8 കൊല്ലമായി. ഒരാഴ്ച പോലും അത് കിട്ടിയില്ല. അതിന് മുമ്പ് കളഞ്ഞു. പിന്നീട് അത് ശരിയാക്കുന്ന നടപടി ഒന്നും ഉണ്ടായില്ല. ഈ വഴിയാണ് കാട്ടാനകൾ ഇങ്ങോട്ട് കയറുന്നത്. അതിലേയും വരും ഇതിലേയും വരും. പക്ഷേ ഇവിടെ ഇട്ടിരിക്കുന്ന വൈദ്യുതി വേലികൾ മൊത്തം നശിച്ചു. കാരണം ഇവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ആളുകൾ മുഴുവൻ നടന്നാണല്ലേ കൂടുതൽ ആളുകളും പോകാറ്. നടന്നു പോകും. പിന്നെ വല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോകും. കാരണം ഈ 8:15 സമയം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സമയമല്ലോ. സാധാരണഗതിയിൽ നമ്മൾ വീടുകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇവിടെ ഏറ്റവും അവസാനത്തെ KSRTC ബസ്സാണെന്ന് തോന്നുന്നല്ലോ ഇന്നലെ എൽദോസ് വന്നത്. അതെ. അത് എത്ര മണിക്ക് എത്താറ് സാധാരണ? അത് 8-10 ആകുമ്പോൾ അമൃത വണ്ടിയാ. അമൃതയുടെ മീറ്റർ നിന്ന് തന്നെ അവിടെ 5-10 കണ്ട് എടുക്കണ വണ്ടി. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ ഉള്ളല്ലേ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസുമായി? ആകെപ്പാട് 900 മീറ്റർ ഉള്ളൂ അവിടെ. ഈ റോഡ് അവിടെ 200 മീറ്റർ പോലും ഇല്ല. തീർച്ചയായും അത് കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. തീർച്ചയായും ലക്ഷ്മി, അതാണ്. അതായത് ഈ ഒരു പ്രദേശത്തു കൂടെ വേണം ക്രോസ് ചെയ്ത് നാട്ടുകാർ ഈ ഒരു വഴിയേ ഉള്ളൂ. തീർച്ചയായും ആളുകൾ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം ഇത് മറികടക്കാനാണല്ലോ സ്വാഭാവികമായും വൈദ്യുതി വേലികളും മറ്റും സ്ഥാപിക്കുക. പക്ഷേ വൈദ്യുതി വേലി എന്ന് പറയുന്ന സാധനം ഒരു പേരിന് പോലും ഇല്ലാതെ നാശോന്മുഖമായി കിടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ മുമ്പ് സ്ഥാപിച്ചു പോയതിൻ്റെ കമ്പിയോ മറ്റോ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷേ ഈ ഒരു സംവിധാനങ്ങൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അത് കാര്യക്ഷമമായി പോവുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്നലെ ഒരു പക്ഷേ എൽദോസിന്റെ മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വൈദ്യുതി പോസ്റ്റ് കാണാം. ഈ വൈദ്യുതി പോസ്റ്റിന് തൊട്ടടുത്താണ് എൽദോസ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇന്നലെ ഈ വൈദ്യുതി പോസ്റ്റിൽ ഈ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് നാട്ടുകാർ എൽദോസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇവിടെ പ്രതിഷേധിച്ച സമയത്താണ് ഈ ഒരു വൈദ്യുതി പോസ്റ്റിൽ ഈ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നത്. അങ്ങനെ ആളുകൾ ആവശ്യപ്പെടുകയും കൃത്യമായി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ പോയതിൻ്റെ ഇര കൂടിയാണ് എൽദോസ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ എൽദോസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്തുള്ള എൽദോസിന് ചെരുപ്പ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആന പുറകെ ഓടി നടന്നാണ് എൽദോസിനെ ഇന്നലെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആനയുടെ കാൽപാദങ്ങൾ കാണാം. അങ്ങനെ ആ ആനയുടെ മുമ്പിൽപ്പെട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ ഒരു പ്രദേശത്തേക്ക് എൽദോസ് നിരവധി തവണ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. സുഹൃത്തും എൽദോസും രക്ഷപ്പെടാൻ ശ്രമിച്ചു. സുഹൃത്തിനു മാത്രമാണ് ആനയുടെ കൺമുമ്പിൽ നിന്ന് അകലേക്ക് പോകാൻ കഴിഞ്ഞത്. പക്ഷേ എൽദോസിന് നിർഭാഗ്യവശാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ചേട്ടാ, ഈ ഒരു പ്രദേശവാസിയാണല്ലേ? എത്ര കാലമായി ഇവിടെ താമസിക്കുന്നുണ്ട് നിങ്ങളൊക്കെ? ഞാനിപ്പോൾ 50 വർഷമായി. 50 കൊല്ലം. എനിക്ക് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് 20 വർഷത്തെ ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണം അല്ലേ? അതെ. എത്ര വർഷം? ഒരു 10-15 കൊല്ലം. 15-20 കൊല്ലം ആയിട്ടുള്ളൂ. അതായത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ആണല്ലോ കാരണം വലിയ ആനയൊക്കെ ഇറങ്ങുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണം. പക്ഷെ ഒരു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നല്ലേ? ഉണ്ടാകുന്നില്ല. നടപടി ഉണ്ടായേക്കുന്നതാണ് ഈ കിടക്കുന്നത് കമ്പിവേലി. ഈ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ? അതായത് 2 സ്ഥലത്തും ഇതേപോലെ കമ്പിവേലി ഉണ്ട്. ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന പാതയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ കമ്പിവേലി കാണാം ലക്ഷ്മി. പക്ഷേ ഇത് വൈദ്യുതി സംവിധാനമുള്ള വേലി സ്ഥാപിച്ചതാണ്. പക്ഷേ ഇതാണ് അവസ്ഥ അല്ലേ? ഇതാണ് അവസ്ഥ. ഇതിപ്പോ ഇവിടെ ഒരാൾ പറഞ്ഞു സ്ഥാപിച്ച് 8 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതാണ്. ഒരാഴ്ച മാത്രമാണ് ഇതിലേക്ക് വർക്ക് ചെയ്തോളൂ. കാരണം അതെന്ന് പറഞ്ഞാൽ മറ്റേ സ്ട്രോങ് ഇല്ലാത്ത കമ്പിവേലിയാണ് സ്ഥാപിച്ചത്. അതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ ഇവിടെ കന്നാർക്കൊക്കെ ഫെൻസിങ് ഉണ്ട്. ആ വേലി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ആനയ്ക്ക് അടിച്ചു വിടുക. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ട് അടുക്കാൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ബാറ്ററി പോലും ഉണ്ടാവില്ല. അതാണ് സ്ഥിതി. ഇത് സോളാർ വേലി ആയിരുന്നു അതോ ഇത് സാധാരണ ഇലക്ട്രിസിറ്റി ആണെന്ന് തോന്നുന്നു ഇവിടെ കൊടുത്തിരുന്നത്? സോളാർ വേലിയാ. അല്ലാണ്ട് ഇലക്ട്രിസിറ്റി വേലി കൊടുക്കൂല. സോളാർ വേലി മാത്രമേ കൊടുക്കുള്ളൂ. പവർ കുറഞ്ഞതാണെങ്കിൽ മറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് അതിൽ തന്നെ ചില സമയങ്ങളിൽ പവർ കുറഞ്ഞ സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇവിടെ പക്ഷെ പൂർണ്ണമായും സോളാർ വേലി തന്നെയാണ്. സോളാർ വേലി തീർച്ചയായും. ഇതിന് മുമ്പ് ഇതിന് സമീപത്തുള്ള ഊരി തന്നെയല്ലേ അന്നൊരു ആദിവാസി? അത് ആനയുടെ ആക്രമണത്തിൽ 1 കൊല്ലം മുമ്പാണ്. 1 കൊല്ലം മുമ്പാണ്. അന്നും ഇതേപോലെ കുറെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു.
അത് പക്ഷേ ഒന്നും നടപടിയായില്ല. ആകെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മകന് ഇവിടെ ഫോറസ്റ്റിൽ ഒരു വാച്ചറായിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അത് മാത്രം. തീർച്ചയായും ലക്ഷ്മി, ഒരു പ്രദേശം മുഴുവൻ കാട്ടാന ആ ഒരു സമയത്ത് നടന്ന് ആ എൽദോസിനെ ആക്രമിച്ചതിൻ്റെ ഒരു ഭീകരത അടക്കം നമുക്ക് ദൃശ്യമാകുന്ന സ്ഥലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്തു നിന്നുണ്ടായി. നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവർക്ക് കാലങ്ങളായി അവർ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. പ്രധാനമായും ഈ ഒരു വഴി ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം. ഇവിടെ ഒരു സിമന്റ് ഇട്ട വഴിയാണ്. ഇതിന് രണ്ട് ഭാഗത്തും വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിരുന്നതാണ്. പക്ഷെ ആ വൈദ്യുതി വേലി അത് കൃത്യമായി നിരീക്ഷിക്കുകയോ അത് നശിച്ച സമയത്ത് അതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതാണ് ഈ ഒരു ദുരന്തത്തിന് കാരണം. അതുപോലെ തന്നെ പോസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ട്. ഈ നടന്നു പോകുന്ന വഴിയിൽ പോസ്റ്റുകളുണ്ട്. ഈ 900 മീറ്റർ മാത്രമാണ് ഇത്. ഈ ഒരു പാത 900 മീറ്റർ അല്ലേ ഈ ഒരു, അല്ലേ, 1 കിലോമീറ്റർ. അതായത് ഈ 1 കിലോമീറ്റർ പാതയിൽ മുഴുവൻ നേരത്തെ വൈദ്യുതി വേലി 2 സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഇടക്കാലം കൊണ്ട് മൊത്തം പോയി. ഇപ്പൊ ചിലയിടത്തൊന്നും അങ്ങനെ ഒരു വേലി ഉണ്ടായിരുന്നതിന്റെ ഒരു അവശിഷ്ടം പോലും ഒന്നുമില്ല. എല്ലാം അത് നിലവാരമില്ലാത്ത ഫെൻസിംഗ് ആണ് ഇടുന്നത്. അതാണ് പോകുന്നത്. അത് ചെയ്യിക്കുന്നവരും നോക്കണം. അത് വർക്ക് എടുത്തു കഴിയുമ്പോൾ നല്ല നിലവാരമുള്ള ഇട്ട് ചെയ്യാനുള്ള ഇത് ഫോറസ്റ്റുകാരും കൂടി പറയണത്. അവർ പറയില്ല. അവർ കെട്ടുന്ന കാശ് കമ്മീഷൻ മേടിച്ച് പോക്കിലിടും. അതാണ് നടക്കുന്നത്. തീർച്ചയായും ഈ നാട്ടുകാർ ഈ പറയുന്ന കാര്യം നമുക്ക് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കാൻ കഴിയുള്ളൂ. കാരണം അവർ കഴിഞ്ഞ കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. ഈ ഒരു വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇതുപോലെ മുമ്പ് അപകടങ്ങളും മറ്റുമുണ്ടായ സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചെയ്ത ചില ജോലികൾ മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുക. ഇവിടെ ചേച്ചിമാർ കൂടിയുണ്ട്. ഇന്നലെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ ഷെഡ്. ഈ അപകടം നടന്നതിന് ഒരു 50 മീറ്റർ പോലും ഇല്ല, 10-20 മീറ്റർ അത്രേ ഉള്ളൂ. സ്ഥിരം ഈ ഒരു ഇങ്ങനെ സ്ഥിരം വരുന്നതാണ്. പകല് പോലും വരുന്നതാണ്. ഉച്ച സമയത്ത് പോലും ആ ഗേറ്റ്, ആ വീട് ഇരിക്കുന്ന ആ ഗേറ്റ് ഭാഗത്തൊക്കെ ആന വരുന്നതാണ്. പേടിച്ചിട്ട് ആർക്കും ഇതിലെ വരാൻ പറ്റില്ല. എങ്ങനെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു? ഞാനും എന്റെ ചേച്ചിയും കൂടെ ആ ഷെഡിനകത്താണ് മിനിഞ്ഞാന്ന് വരെയും കിടന്നത്. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ട്. ഇന്നലെ ഞങ്ങൾ പേടിച്ചിട്ട് താഴത്തെ വീട്ടിൽ പോയി കിടന്നു. കാരണം ഇതിന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ട്. എപ്പോഴും ഉണ്ട്. ചേച്ചി, ഈ ഫെൻസിംഗ് ഒക്കെ മൊത്തം നശിച്ചു കിടക്കാവുന്ന കാലങ്ങളായല്ലേ? അതെ. ഇവരാണ് ഞാൻ തൊടുപുഴയുള്ള മിനിങ്ങാന്ന് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. മിനിങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ 1 മാസം 2 മാസം ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാനിരുന്ന് കണ്ടിട്ടുണ്ട് പകലും ഒക്കെ അവിടെ വരുന്നത്. ഈ ചേച്ചിയുടേതാണ് ആ വീടല്ലേ ചേച്ചി? ഞങ്ങൾക്ക് 18-ൽ ഉരുള് പൊട്ടിപ്പോയി. ഞങ്ങൾ ക്നാച്ചേരിലായിരുന്നു. നമ്മുടെ ഉള്ളിലായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ എൽദോസിന്റെ വീടിന്റെ ഒക്കെ കഴിഞ്ഞ് അടുത്ത് അതും കഴിഞ്ഞായിരുന്നു. അന്നേരം ഉരുള് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കിടക്കാൻ ഇപ്പം ഞങ്ങൾക്ക് ഭീതിയായിരുന്നു. ഞാൻ നേരിൽ കാണുവാണ്. ഓടി രക്ഷപ്പെട്ടതാ. മക്കളെയായിട്ട് ഓടിയെടുത്ത് രക്ഷപ്പെട്ട് ഞങ്ങൾ അന്ന് ഇവിടെ നിന്ന് വാടകയ്ക്ക് താമസിക്കുന്ന. ഇപ്പോഴും വാടകയ്ക്കാണ്? അതെ, അങ്ങോട്ട് പോകാൻ പേടിയാ. പകലൊക്കെ പോകാം, സന്ധ്യയാകുമ്പോൾ മഴ ഓർമ്മ എന്ന് പറയുമ്പോൾ മലയാണ് അപ്പുറം ഇപ്പുറം എല്ലാം. ഇന്നലെ മാത്രമാണ് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിൽ പോയി മാറി താമസിച്ചത്? ഇന്നലെ ഈ കരോട്ടെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം എന്നും കിടക്കുന്നതാ. വൈകുന്നേരം വന്ന് ഇന്നും കിടക്കും. ആന വരും എന്ന പ്രതീക്ഷയിൽ തീ ഇട്ട് ഞങ്ങൾ അവിടെ വൈകുന്നേരം കിടക്കുന്നതാ വീട്ടില്. ഞങ്ങൾ താഴത്തെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അതിന്റെ താഴത്തെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്നലെ ആ സമയത്ത് തന്നെ നിങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്തേക്ക് സമയം എന്ന് പറയുമ്പോൾ ഈ ആന എപ്പോഴും കാറുന്നതാണ്. ആന ഇന്നലെയും കാറി നമ്മളത് ആന ഇങ്ങനെ വന്ന് കാറി പോകുന്നത് ഉണ്ട്. അത് കാരണം ഓർത്ത് ഇങ്ങനെ ആളെ കൊല്ലാൻ വന്നതാണോ അല്ലെ ആൾ ചത്തോ ഇതൊന്നും അറിയത്തില്ല. ആ കൊച്ചോടി വന്ന് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ അന്നേരം ഓടി വരുന്നത്. സാധാരണഗതിയിൽ ഈ ഇങ്ങനെ ഒറ്റയാനകളെയൊക്കെ നിരീക്ഷിക്കുകയും അത് ആളുകളെ കൃത്യമായി അറിയിക്കുകയും ചെയ്യണമെന്നൊക്കെയാണ് വനംവകുപ്പ് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഉണ്ട്. ഇവിടുന്ന് ആന വന്നാൽ ഞങ്ങൾ അപ്പം തന്നെ ഫോറസ്റ്റിലേക്ക് വിളിക്കും. അങ്ങോട്ട് അറിയിക്കും. പെട്ടെന്ന് അറിയിക്കും. അന്നേരം അവർ അപ്പം തന്നെ ഓടി വരും. നിങ്ങൾ ഇതിലും ഒരു സൂചന കിട്ടും, നിങ്ങൾ അങ്ങോട്ട് അറിയിച്ചതിന് ശേഷം അവർ വരുന്നത്. അവർ അതിനൊരു നിരീക്ഷ ആന ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് നിങ്ങളോട് അങ്ങനെ
അങ്ങനെയെന്ന് പറയുമ്പോൾ ആന അവര് രാത്രിയിൽ പട്രോളിങ് ഇതിലെ വെക്കുന്നുണ്ട്. രാത്രിയിൽ എപ്പോഴും അവരില്ല. അവര് ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ വരുന്നു. ഇവിടുന്ന് ഒരു 50-100 മീറ്ററല്ലേ വനംവകുപ്പിന്റെ ആ ഒരു നിങ്ങൾ താമസിക്കുന്നതിന്? അത്ര ആളുണ്ടാകാറുണ്ട്. അവിടെയുണ്ട് ആളുണ്ട്. തീർച്ചയായും. എന്തായാലും നമ്മൾ ഇന്നലെ ആ ഒരു അപകടം ദുരന്തം ഉണ്ടായ ആ സ്ഥലത്താണ് ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ് നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചത്. എന്തായാലും അവർ പറയുന്നത് ഇത് ഒരു വരുത്തിവെച്ച ഒരു ദുരന്തമായി കൂടി നമ്മൾ കാണണമെന്ന് ഇവിടെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ഞാൻ നിൽക്കുന്ന ഈ വഴിയുടെ 2 ഭാഗങ്ങളിലും വൈദ്യുതി വേലി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഒരു പോസ്റ്റുകളിലൊന്നും നിലവിൽ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. വൈദ്യുതി വേലി പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അങ്ങനെ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കമില്ലാത്തതിൻ്റെ ഇര കൂടിയാണ് എൽദോസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി. തീർച്ചയായും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ ഇര തന്നെയാണ് എൽദോസ്. അതുകൊണ്ടാണ് ആ വേലിയൊക്കെ അവിടെ സ്ഥാപിച്ച് അത് ഒരു പേരിന് വേണ്ടി സ്ഥാപിക്കലാണ്. അത് പോയാൽ അത് വീണ്ടും ഉറപ്പിക്കാൻ, വീണ്ടും അതിൻ്റെ മെയിൻ്റനൻസ് നടത്താനൊന്നും തന്നെ ആർക്കും സമയമില്ല. ആരും സാധാരണക്കാരുടെ ജീവനെക്കുറിച്ച് അത്രയേ അതിൽ വില വയ്ക്കുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മലയോര മേഖലയിൽ. നമ്മളിതിപ്പോൾ എത്ര വാർത്തകൾ ഇതുപോലെ ഇതേ പാറ്റേണാണ്. അവിടെ പ്രതിഷേധമുണ്ടാകും, കുറച്ച് കാശ് കൊടുത്ത് ആ വീട്ടുകാരെ സമാധാനിപ്പിക്കും. അതിനുമപ്പുറം കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായ പ്രതിരോധ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ആരും അതിനുവേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനിയെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കും, വനംവകുപ്പ് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കുട്ടമ്പുഴയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.